സോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. നമ്മുടെ ഇമോസാമയ്ക്ക് വലിയൊരു വീക്ക്നെസ് തന്നെയുണ്ട്. ഇതിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഡോമി റിവേഴ്സി വർക്കാവാത്തതോ അങ്ങനത്തെ ഒന്നുമല്ല. നമ്മുടെ ഇമോസാമയ്ക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നൊന്നും ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. എന്നാലും ചെറിയ എന്തോ ഒരു കുഴപ്പം നമ്മുടെ ഇമോസാമയ്ക്ക് ഉണ്ട്. സോ ഞാനിങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഏകദേശം 8K സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ നമുക്കത് ഇന്ന് തന്നെ അടിക്കാൻ പറ്റും. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനധികം പറഞ്ഞു വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ചാപ്റ്ററിൽ നമ്മുടെ ഇമൂസമ്മ എൽബ ഓഫ് കാസലിൽ എത്തിയിട്ടുണ്ട്. അവിടെ വന്നപ്പോൾ തന്നെ നമ്മുടെ ഇമൂസമ്മ തൻ്റെ പവർഫുൾ ആയിട്ടുള്ള ഒരു കോങ്കറർ ഹാക്കി ബേസ്റ്റൊക്കെ നടത്തിയിട്ടാണ് വന്നത്. പക്ഷേ ഇമൂസമ്മ അവിടെ എത്തിയ സമയത്ത് ഇമൂസമ്മയുടെ വായിൽ നിന്ന് ചോര വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനിയിപ്പോൾ ഇത് എന്തിന് കാണിച്ചതാണെന്നൊന്നും ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. ഒരു പക്ഷേ അത് വെറുതെ കാണിച്ചതാവാം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ ഇമൂസമ്മയ്ക്ക് ഉണ്ടായിരിക്കാം. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഞാനിങ്ങനെ പറയാനുള്ള കാരണം നമ്മുടെ ഇമൂസമ്മ എൽബാഫിൽ വന്നപ്പോൾ ബ്ലഡ് വരുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ 5 വെൽഡേഴ്സ് അതിന് മുമ്പ് നമ്മുടെ ഇമൂസമ്മയോട് സർഫസ് വേൾഡിലേക്ക് പോവണ്ട, ലാൻഡിലേക്ക് പോവണ്ട എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു പക്ഷേ ഈ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും നമ്മുടെ 5 വെൽഡേഴ്സ് നമ്മുടെ ഇമൂസമ്മനെ തടയാൻ ശ്രമിച്ചത്. ചിലപ്പോൾ നമ്മുടെ ഇമൂസമ്മ നമുക്കറിയാം 800 വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ഒരു എൻറ്റിറ്റിയാണ്. ഒരു പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഇമൂസമ്മയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വീക്ക്നെസ് ഇപ്പോൾ വന്നിട്ടുണ്ടാവും. ഇത്രയും കാലം ജീവിച്ചതല്ലേ, ഇനിയിപ്പോൾ നല്ലോണം ജീവിക്കണമെങ്കിൽ മദർ ഫ്ലെയിം ആവശ്യമായിട്ട് വരുന്നുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 5 വെൽഡേഴ്സ് നമ്മുടെ വെഗപ്പങ്കിനോട് മദർ ഫ്ലെയിം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. സോ ഒരു പക്ഷേ ഇത് തന്നെയായിരിക്കും കാരണം. നമ്മുടെ മദർ ഫ്ലെയിം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമ്മുടെ ഇമൂസമ്മയ്ക്ക് തൻ്റെ ഫുൾ പവർ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ഹാർലി ടെക്സ്റ്റിൽ നമ്മുടെ ഇമൂസമ്മ മദർ ഫ്ലെയിം പോലത്തെ ഒരു സംഭവം കയ്യിൽ ഹോൾഡ് ചെയ്തിട്ടാണ് നമ്മുടെ നിക്കയുമായിട്ടുള്ള വാർ നടത്തുന്നത്. സോ ഇത് ഒരു പക്ഷേ സത്യമായിരിക്കും. നമ്മുടെ ഇമൂസമ്മയ്ക്ക് മദർ ഫ്ലെയിമിൻ്റെ ആവശ്യം ഉണ്ടാവും തൻ്റെ ഫുൾ പവർ യൂസ് ചെയ്യണമെങ്കിൽ. നമുക്കറിയാം ഇപ്പം നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ മദർ ഫ്ലെയിം ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഇമൂസമ്മയ്ക്കും ബാധിച്ചിട്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു തിയറി സത്യമാവാനും സത്യമാവാതിരിക്കാനും ചാൻസ് ഉണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മുടെ ഇമൂസമ്മയ്ക്ക് ഇതൊരു വീക്ക്നെസ് ആയിരിക്കും, അല്ലെങ്കിൽ അത് വെറുതെ ഒരു ഷോന് വേണ്ടി കാണിച്ചതായിരിക്കും? എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞത് തന്നെ ആവാനാണ് ചാൻസ് കൂടുതലെന്നാണ്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഇവിടെ കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോ ഇത്ര മാത്രമല്ല, മറ്റൊരു ദിവസം മറ്റൊരു കാണുന്നവരെ ബൈ ബൈ.